ഇന്ന് സൺഡേ ആണ്. ഞാനിന്ന് വീട്ടിലൊറ്റക്കാണ്. ഇന്നലെ മമ്മിയും മക്കളെല്ലാം കൂടി മമ്മീൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മമ്മീനെ കൂട്ടാൻ വേണ്ടി പോകണം. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്ത് വീട്ടിലെത്തിയ വീട് എത്തി നോക്കിയിട്ട് മക്കൾക്കൊരു മൈൻഡിലാണ്ട മൊബൈലിൽ നോക്കിയിരിക്കലാന്നേ. അവസാനം ഇന്ന് സൺഡേ ആണ്, കറങ്ങാൻ പോട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ മക്കളെ സ്നേഹം പുറത്തേക്ക് വന്നു കേട്ടാ. പിന്നെ ആ സമയം ഏതാണ്ട് ഉച്ചയ്ക്ക് 2 മണിയായിനി. അപ്പം മമ്മീൻ്റെ വക നല്ല വെജിറ്റബിൾ ബിരിയാണി ഇങ്ങനെ കേട്ടാ. സത്യം പറയാല്ല, മമ്മി എന്താക്കിയാലും അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റ് കേട്ടാ. സൈഡിലുള്ളതാണ് മമ്മീൻ്റെ ഒരേ ഒരു ആങ്ങള. ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് കാരണം കുറച്ചധികം നിന്ന് കേട്ടാ. എന്നിട്ട് പുറത്തിരിക്കുമ്പോൾ ഈ ഒരു കാഴ്ച കണ്ട ഒരു പരുന്ത് വെള്ളം കുടിക്കാൻ വേണ്ടി ആ മതിലിൻ്റെ മുകളിൽ വന്നേ തന്നെ. നോക്കുമ്പോൾ ആ പാത്രത്തിലെ വെള്ളം തീർന്നു. അനി ശ്രുതീൻ്റെ അച്ഛൻ അവിടെ എപ്പോൾ ഒഴിച്ചു വെക്കുക വെള്ളം. അപ്പോൾ അത് കുടിക്കാൻ വരുന്ന പരുന്താണത്. അപ്പോൾ ഇത് കണ്ട ഞാൻ വെറുതെ നിൽക്കുക. ഇതാ ഒരു കപ്പിൽ വെള്ളം എടുത്ത് ആ പാത്രത്തിൽ ഒഴിച്ച് കേട്ടാ. അപ്പോൾ ആ പരുന്ത് അധികം ദൂരമൊന്നും പോയിട്ടില്ല. അത് വെള്ളത്തിനോട് ഇതാ മുകളവിടെ കാത്ത് നിൽക്കുന്നുണ്ട. ഭയങ്കരം കേട്ട സംഭവം. എന്തായാലും വേനൽക്കാലമാണ്, പക്ഷികളും മൃഗങ്ങളെല്ലാം വെള്ളം കിട്ടാണ്ട് ബുദ്ധിമുട്ടുന്ന സമയം തന്നെ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതുപോലൊരു പാത്രത്തിൽ, നല്ല മൺപാത്രത്തിൽ വെള്ളം വെക്കുന്നത് ഏറ്റവും നല്ലതാണെന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പം ഭക്ഷണം കഴിച്ച ക്ഷീണമെല്ലാം മാറി നമ്മൾ ഇറങ്ങിയേ. അപ്പോൾ ഇന്ന് കുറേ പർച്ചേസ് ഉണ്ടെന്നാണ് മമ്മി പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു എവിടുന്നാണ് പർച്ചേസ് ഉണ്ടെന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ ശ്രുതീൻ്റെ ഒരു ബന്ധു ഉണ്ട് അവിടെ. ഓറ് പറഞ്ഞ് കണ്ണൂരൊരു നല്ലൊരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, അങ്ങോട്ടേക്ക് വിട്ടാന്ന് പറഞ്ഞത്. അവിടെ വിലക്കുറവാന്ന് പറഞ്ഞ്. അപ്പം നമ്മൾ നേരെ അങ്ങ് വിടുക. ഇത് സംഗതി ഉള്ളത് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലായിട്ടാണ് വരുന്നത്, റിയൽ ഹൈപ്പർ മാർക്കറ്റ്. സത്യം പറയല്ല, നമ്മൾ എല്ലാ സൺഡേയും കണ്ണൂർ മൊത്തം കറങ്ങുന്നേ, മാളിലും സൂപ്പർ മാർക്കറ്റിലും എല്ലാം കയറിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ മാത്രം കയറിയിട്ടില്ല. ഇത് ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലായതുകൊണ്ട് സത്യം പറയല്ല, നമ്മളിതുവരെ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതേ നമ്മുടെ മമ്മി ഇതാ ട്രോളി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി തുടങ്ങും ഇവർ ഭാര്യയിടാൻ വേണ്ടി. മമ്മീൻ്റെ വക, മക്കളെ വക, പിന്നെ ഞാനും കുറക്കില്ല. അത്യാവശ്യം ഞാനും എൻ്റെ അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങലുണ്ട്. പിന്നെ ഇത് നോക്കിയട്ടെ, എനിക്കിഷ്ടപ്പെട്ട സംഭവമാണ് ദോശമാവ്. നല്ല ടേസ്റ്റാണ്, നല്ല നെയ് റോസ്റ്റിൻ്റെ ആ ടേസ്റ്റ്. പിന്നെ എന്താണ് റെഡിമെയ്ഡായിട്ട് കിട്ടിയല്ല, കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മമ്മിക്കും പണി എളുപ്പമായി. അതുകൊണ്ട് ഈ സാധനം നമ്മൾ മിക്കവാറും വാങ്ങലുണ്ടേ. സത്യം പറയല്ല, ഈ സൂപ്പർ മാർക്കറ്റ് പുറമേ കാണുമ്പോൾ ചെറുതാണ്, ഉള്ളിലെത്തുമ്പം ഭയങ്കര സെറ്റപ്പാണ്. നമ്മൾ താഴെ പർച്ചേസെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോർ കയറിയിട്ടുണ്ടേ. അപ്പോൾ ഇവിടെ ഈ ക്രോക്കറി ഐറ്റംസ് കാര്യങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന എല്ലാ സംഗതികളും ഈടെയുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മമ്മിയെ ഒരു സംഗതി കാണിച്ചു തരാൻ വേണ്ടി എന്നെ വിളിച്ചതാന്നേ. ഞാൻ പോയി നോക്കുമ്പോഴത്തേക്ക് സത്യം പറയല്ല, ഒരു സൂപ്പർ മാർക്കറ്റിൽ ഞാൻ ഇങ്ങനെ ഇട്ടില്ല കേട്ടോ. നമ്മളെ അമ്പലപ്പറമ്പ് പോയുള്ള സെയിം സംഗതി, ഫാൻസി മറ്റ് സാധനങ്ങൾ, കുട്ടികൾ കളിക്കേണ്ട സാധനങ്ങൾ, അങ്ങനെ എല്ലാ സാധനവും. സത്യം പറയല്ല, ശ്രുതി ഈ അമ്പലപ്പറമ്പിൽ അല്ലെങ്കിൽ ഫെയറിനെല്ലാം പോയാൽ ഈ സ്ഥലത്താണ് ആദ്യം പോവുക. ഓക്കെ, ഇത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ മക്കൾ കളിസാധനം കാര്യങ്ങൾ ഇഷ്ടങ്ങളുണ്ട്, അവർക്കും നല്ല ഹാപ്പിയായി. അപ്പോൾ കുറച്ച് സാധനം അടുത്ത് വാങ്ങി അങ്ങനെ ഉത്സവ പറമ്പിൽ നമ്മൾ ഇറങ്ങി കേട്ടാ. പിന്നെ ശ്രുതിക്ക് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ചെരുപ്പെല്ലാം നോക്കി ഇനി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോർ കാര്യമെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരത്തെ സെക്കൻഡ് ഫ്ലോർ കയറിയിട്ടാണ് ഉള്ളത്. ഭയങ്കര വില കുറവാണ്. ഓഫർ ഒരുപാട് ഓഫർ ഉണ്ടെന്നാണ് പറയുന്നത്. 50% ഉണ്ട്, 60% ഓഫർ എന്നുള്ള പറഞ്ഞിട്ട് ഒരുപാട് ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ 39, 19 റുപ്യക്കെല്ലാം നിലത്തിരുന്ന ചവിട്ടിയുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് വാങ്ങി കേട്ടാ. കാരണം മക്കളുള്ളതുകൊണ്ട് നിലപ്പം വൃത്തികേടായിരിക്കുവേ. പിന്നെ ഇവിടെ കണ്ട ഒരു പ്രത്യേകത ഈ സാധനം, ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. വലിയ കാർപ്പറ്റ് നിലത്തിടുന്ന നല്ല അടിപൊളി സാധനം കേട്ടോ. സത്യം പറയില്ല, നമ്മളെ പഴയ വീടാണ്. അപ്പോൾ ഞാൻ ശ്രുതിയോട് പറഞ്ഞു എന്തായാലും പുതിയ വീടെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പോക്ക് ഇവിടെ പോകണം കേട്ടോ. പിന്നെ ഇതിൻ്റെ റേറ്റെല്ലാം ശരിക്കും പകുതി വിലയേ ഉള്ളൂ കേട്ടോ. പിന്നെ വേറൊരു സംഗതി, ഇത് സത്യം പറഞ്ഞാൽ ഞാനെവിടെയും കണ്ടിട്ടില്ല. നോക്കിയിട്ട് നല്ല സ്റ്റോണിങ്ങനെ തിളങ്ങും. അതിൻ്റെ അകത്ത് സ്റ്റോണിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന സാധനങ്ങളാണ്. ശ്രുതിക്ക് ഇത് നല്ല ഇഷ്ടമായതിനെ. ഓളും പറഞ്ഞു എന്തായാലും വീടെടുത്താൽ ഇങ്ങോട്ടേക്കൊരു വരവ് വരണം, വീടെടുത്ത് കുറച്ച് സാധനം വാങ്ങിയിട്ട് തന്നെ ബാക്കി കാര്യമെന്ന്. പിന്നെ ഈ സൂപ്പർ മാർക്കറ്റിൽ വേറൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോർ കയറി കഴിഞ്ഞാൽ ഈ കൂപ്പൺ ഫ്രീ ആയിട്ട് കിട്ടും. എല്ലാ ആഴ്ചയും നെറുക്കിട്ടിട്ട് ഒരു ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് കൂടി കൊടുക്കുന്നുണ്ടല്ലോ ഇവിടുന്ന്. നമ്മൾ കുറച്ചധികം സാധനമായതുകൊണ്ട് നമുക്ക് 2 കൂപ്പൺ കിട്ടീന് കേട്ടോ. അപ്പോൾ നമ്മൾ നടന്ന് സത്യം പറയില്ല, എൻ്റെ കാല് കടച്ചെടുക്കാൻ തുടങ്ങി കേട്ടാ. കുറേ സമയമായി നടക്കുന്നു, ഒരുപാട് നടക്കാറില്ല ഇവിടെ. അതിൻ്റെ ഇടയ്ക്ക് മമ്മി ഇതാ ഈ ചെരുപ്പ് എടുത്തിട്ട് കാണാൻ രസമുണ്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമായിട്ടൊന്നുമില്ലേ. ഞാൻ പറഞ്ഞ അടിപൊളി എടുത്തോ. എന്താണെന്ന് അറിയുക, ഇത് രസമില്ലാവട്ടുണ്ടല്ല. ഇവൾ ആദ്യം അരമണിക്കൂർ വേറെ സെലക്ട് ചെയ്ത് നിൽക്കും. അപ്പോഴത്തേക്ക് എൻ്റെ കാലിൻ്റെ പണി അങ്ങ് വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു മോളെ അടിപൊളി എടുത്തോന്നും പറഞ്ഞു. അങ്ങനെ അതും വാങ്ങി നമ്മളിതിനി 3ാമത്തെ നിലയിലേക്കാണ് അതേ പോകുന്നത്. അപ്പോൾ ഇവിടെ റെഡിമെയ്ഡാണ്. ഇവിടെയും പറഞ്ഞ പോലെ തന്നെ ഓഫറോട് ഓഫർ. എന്തായാലും ശ്രുതിയുടെ ബന്ധു പറഞ്ഞ് ശരിയാട്ടാ, ഇവിടെ നല്ല വിലക്കുറവുണ്ട്. നമ്മൾ ആവശ്യത്തിന് സാധനം കംപ്ലീറ്റിങ് വാങ്ങിയേട്ടാ. സത്യം പറയല്ല, ഞാനൊരു സാധനം വാങ്ങണ്ടല്ല, ഓഫറും നോക്കലില്ല, പൈസയും നോക്കലില്ല. കാരണം എന്തായാലും വേണ്ടുന്ന സാധനമല്ലേ, വാങ്ങിയിട്ടില്ലാന്ന് ഞാൻ ചെയ്യല്. പക്ഷേ ശ്രുതി അങ്ങനെയല്ല കേട്ടാ, കൃത്യമായി ഓഫറും വിലയെല്ലാം നോക്കിയിട്ട് ഓള് വാങ്ങൂടെ. അപ്പോൾ നമ്മൾ സാധനം കംപ്ലീറ്റ് വാങ്ങി നടന്ന് തളർന്ന് നല്ല വിശപ്പുണ്ട് കേട്ടാ. നമ്മളിതാ ആടെ നിറങ്ങി അടുത്തത് നേരെ റെസ്റ്റോറൻറ്റിലേക്കാണ്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തിയ
സത്യം പറയില്ല കറക്റ്റ് ടൈമായി ഇന്ന്. അതുപോലെ നല്ല വിശപ്പും ഭക്ഷണത്തിൻ്റെ മണടിക്കുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരുന്നത്. അപ്പോൾ എൻ്റെ ഇവിടുത്തെ സ്പെഷ്യൽ സ്റ്റാർട്ടറാണ് ഹോട്ട് ഗാർലിക്ക്. അപ്പോൾ ഒരു ഹോട്ട് ഗാർലിക്കും വാങ്ങി, ഒരു മീൻ കറിയും വാങ്ങി, കുറച്ച് പൊറോട്ടയും വാങ്ങിയ സംഗതി സെറ്റ്. അവസാനം ഇതാ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ മൊജിയിട്ടും പിന്നെ സ്ട്രോബെറി മൊജിയിട്ടും അടിച്ച് പരിപാടി അങ്ങ് കഴിഞ്ഞേ. ഇതാ തിരിച്ചു പോകാൻ നോക്കുമ്പോഴത്തേക്ക് മക്കളെല്ലാം കണ്ട കുരങ്ങന്മാരെ പോലെ മുകളിൽ കയറിയിട്ട് ഇവരിങ്ങനെ തന്നെ എടിയെത്തല്ലും എൻ്റെ ഇങ്ങ് മുകളിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ സൺഡേ പരിപാടി. അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക്. എന്നാൽ പിന്നെ ശരി, എല്ലാവർക്കും ഓക്കെ, ബൈ.